സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം വലിയ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് അപകടമുണ്ടാവുകയും തുരങ്കപാതയുടെ മുൻവശത്തെ മണ്ണിടിയുകയും നിരവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. സർക്കാർ അടക്കം ഇക്കാര്യം നേരത്തെ തന്നെ അധികൃതർക്ക് ചൂണ്ടിക്കാട്ടിയെങ്കിലും മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് ഇത്രമേൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ കക്കടാംപൊയിലും സമാനമായ രീതിയിലുള്ള ഒരു വലിയ അപകടം പതിയിരിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനയും അതുപോലെ തന്നെ പാറകഷ്ണങ്ങളുമൊക്കെ ഒരു നാടിന്റെ ഒന്നടങ്കം ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നമ്മോടൊപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആസാദ് തന്നെയുണ്ട്. ആസാദ്, വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയ ഭീഷണിയാണ് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കക്കാടംപൊയിലെ നായാടംപൊയിൽ മേലെ മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഒരു കോറി ഒരു വർഷമായിട്ട് പ്രവൃത്തി ആരംഭിക്കുകയും ആ കോറിൻ്റെ കല്ല് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു മാറ്റിയ മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയും ചെയ്തു. ഇതിന് തൊട്ട താഴെ ഒരു 3ഓളം കുടുംബങ്ങളും അതിന് ഈ ഇപ്പുറം വലിയൊരു പുഴയാണെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ വലിയൊരു ഒരുപാട് ആളുകൾ ഇതിനകത്ത് അകപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം. ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഈ ദുരന്തം അറിഞ്ഞതോടുകൂടിയാണ് നേരത്തെ ഭീതിയിലായിരുന്ന ഈ പ്രദേശവാസികൾ ഇപ്പോൾ ആകെ ഒരു ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ അവരങ്ങനെ നമ്മൾ അറിയിച്ചതിനെ തുടർന്നാണ് നമ്മളിവിടെ എത്തുകയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം വില്ലേജ് ഓഫീസർ ഇവരെ വന്ന് കാണുകയും താൽക്കാലികമായിട്ട് മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് നാട്ടുകാരെ തന്നെ അവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എത്രമേൽ ആ വലിയ കൂമ്പാരം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയ മലയുടെ താഴെ, പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ ഉണ്ടായതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ ഒരു ജീവിതം തന്നെ, സ്വത്തും ജീവിതവും ഒക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് എത്ര നാളായോ ആ വാർക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മണ്ണ് അവിടെ ഇടാൻ തുടങ്ങിയിട്ട്? എന്താണ് ഇത് മാറ്റാനൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോട് ബന്ധപ്പെട്ടവർ പറഞ്ഞ മറുപടി? ഇത് ഏകദേശം ഒരു വർഷമായി കോരി തുടങ്ങിയിട്ട് ഞങ്ങൾ പരാതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഇത് പരാതി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് അതിർത്തികൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ജിയോളജി വകുപ്പാണ് ചെയ്യേണ്ടത്. ജിയോളജിപ്പാണ് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഹൈഡ്രോളിക്സ് ഇന്നാൾ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു കിണർ കുഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു. ആ പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ മഴക്കുഴി കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ഇതൊരു ഒറ്റ പാറയാണ് ഈ പ്രദേശം മുഴുവൻ. ചില സ്ഥലത്ത് കൂടുതൽ മണ്ണ്, ചില സ്ഥലത്ത് കുറച്ച് മണ്ണ് എന്നുള്ളൂ. അപ്പം നമ്മൾ മഴക്കുഴി കുഴിച്ചാൽ പോലും മഴക്കാലം ആകുമ്പോഴത്തേക്കും പാറയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പാറയുമായിട്ടുള്ള മണ്ണിൻ്റെ ബലം വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് പയറിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഭയങ്കര സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കുഴി ഒരു കാരണവശാലും കുഴിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രദേശത്താണ് ജിയോളജി വകുപ്പ് ഇത്രയും വലിയൊരു കോറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്ത അനുമതി ഒന്നുകൂടെ പരിശോധിക്കണമെന്ന്, പുതിയൊരു പഠനം നടത്തണമെന്ന് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത് ഇതിൽ എന്തെങ്കിലും അഴിവ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അതാണ് ഈ പ്രദേശവാസികളായ ഞങ്ങളുടെ ഒരു കൂട്ടായ ആവശ്യം. അതുമാത്രമല്ല, ഇപ്പോൾ അവർ റോഡ് പണിതതിൻ്റെ ഭാഗമായിട്ട് കുറേ മണ്ണെടുത്ത് കൂട്ടിയിട്ടുണ്ട്. ആ റോഡും ഇടിഞ്ഞ പകുതി അപകടാവസ്ഥയിലാണ്. ഇടിഞ്ഞ സ്ഥലത്ത് അവർ കുറേ കല്ലുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ അപകടമാണ് കൂടുതലുണ്ടാക്കുക. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടിഞ്ഞ മണ്ണിന് പകരം കല്ലിടുമ്പോൾ കല്ലും മണ്ണും ഒരിക്കലും യോജിക്കുകയില്ല. അത് പോന്നു കഴിയുമ്പോൾ കല്ലടക്കമാണ് ഇനി പോരാൻ പോകുന്നത്. ആ റോഡും അപകടാവസ്ഥയിലാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ കുറേ സ്ഥലത്ത് പൊട്ടി നിൽപ്പുണ്ട്. ഞങ്ങളുടെ പഴയ വഴി അടഞ്ഞുപോയി. അപ്പം അതിന് പകരം ഈ കോറിയുടെ വഴി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നലെ തൊട്ട് വാർത്ത വന്നപ്പോൾ തൊട്ട് അവരത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗേറ്റിട്ട് പൂട്ടി താഴെയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമാണെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലിപ്പം ഉള്ളത്. ഈ അല്ലെങ്കിൽ തന്നെ മലയോര മേഖലകൾ ഈ മഴക്കാലം എത്തുമ്പോൾ വലിയ അപകട ഭീഷണിയിലാണ്, അല്ലെ? ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലും ഒക്കെ വന്ന ഒരുപാട് ജീവനുകളൊക്കെ കവർന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഒരു വലിയ കുന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു എടുത്തിട്ട മണ്ണിങ്ങനെ കിടക്കുന്നത്, അല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലൊരു ആശങ്ക? ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ആ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു വീടുണ്ട്, അവരുടെ വീട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. പേടിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത്. ഈ മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഈ മഴ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഒരു ആശങ്കയായിരിക്കുമല്ലോ, ഈ വെള്ളം അതിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ അതെന്തായാലും തള്ളി നീങ്ങാൻ സാധ്യതയുണ്ട്.
എങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്? കുഞ്ഞുങ്ങളെ വെച്ചാൽ എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളാണ്. അതായത് 11 വയസ്സ് തൊട്ടുള്ള ബാക്കി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ 67 വയസ്സ് വരെ അമ്മയും. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ മക്കൾക്ക് കാവലിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോൾ പൊട്ടും എന്നുള്ള ആശങ്കയിലാണ്. പൊട്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ഓടാൻ പറ്റില്ല. കാട്ടാനും മുന്നിലാണ്, വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് കോറി ചുറ്റോട് ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് കോറിക്കാരൻ. എന്നിട്ട് അവിടെ ആരും കാട് വെട്ടുവോ അല്ലെങ്കിൽ വൃത്തിയാക്കി ഇടുവോ ഒന്നും ചെയ്യാറില്ല. അവിടെ ആന വന്നാൽ പോലും കാണാൻ മേലാത്ത അവസ്ഥയാണ്. ആന മാത്രമല്ല, ഇഴജന്തുക്കളടക്കം വീടിന് ഉള്ളിൽ കയറുന്ന അവസ്ഥയിലാണ്. ചെറിയ മക്കളെയും കൊണ്ട് വലിയ ദുഷ്കരമാണ് ഇവിടുത്തെ ജീവിതം. പിന്നെ ഒരു ആകപ്പാടെ ഉള്ളൊരു റോഡ് മാർഗ്ഗമാണ് പഞ്ചായത്ത് റോഡ്. വെണ്ടേക്കുമ്പോൾ മേലമങ്ങാട് 8-ാം ബ്ലോക്ക് നീളുന്ന ഒരു പഞ്ചായത്ത് റോഡാണിത്. ഇതിന്റെ ഒരു ഭാഗം മൊത്തം ഇടിച്ചിട്ടേക്കാണ്. ഇവർക്ക് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചിട്ടിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ആ വഴിക്ക് വണ്ടി കയറാൻ പറ്റില്ല. എന്തെങ്കിലും എമർജൻസി രാത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി കയറാൻ ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പമാണ് ഇന്നലെ ഞങ്ങൾ വാർത്ത വിട്ടതിന്റെ പേരിൽ അവർ ഈ കോറി റോഡ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പോലും പോകാൻ മേലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് 2018 ഇതേ ഭാഗത്ത് തന്നെ ഉരുളുപൊട്ടി വന്നതാണ്. ഉരുളുപൊട്ടി മേലെ നികർന്നതാണ്. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഉണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കോറി ഇവിടെ അനുവദിക്കാൻ പാടില്ലാണ്. അത് പഞ്ചായത്തിന്റെ ചാലിയാർ പഞ്ചായത്തിന്റെ ഗ്രാമസഭയിൽ ഐക്യകണ്ഠേന തീരുമാനം എടുത്താണ് ഇങ്ങനെ അനുമതി കൊടുക്കൂല എന്നുള്ളത്. അത് പഞ്ചായത്ത് അധികൃതര് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പണി കാണിച്ച ചെയ്തത്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ കണ്ണടച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കോറി വന്നത്. ഒരു വിധത്തിലുള്ള നിയമ നടപടി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പലർക്കും ഞങ്ങൾ ലെറ്റേഴ്സ് കൊടുത്തു. തപാൽ വഴി കൊടുത്തതിന്റെ അക്നോളജ്മെന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളിലുണ്ട്. അല്ലാണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലൊന്നും പരിഹാരം കാണാൻ ആരും വന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഒറ്റ മെസ്സേജ് അയച്ചതിന്റെ പേരിലാണ് പുള്ളിപ്പാടം വില്ലേജ്, അകമ്പാടം വില്ലേജ്, ചാലിയാർ പഞ്ചായത്ത്, ഫയർ റെസ്ക്യൂ ഇവരൊക്കെ വന്നു. ഇവർക്ക് വന്ന് നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ട് മാറി താമസിക്കണം. ഇത് എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? എല്ലാ കാലത്തും ഇപ്പൊ എനിക്ക് പിള്ളേരും കൂടെ മാറി മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങളോട് തേടുന്നത്. നമ്മളോട് മാറാനാണ് പറയുന്നത്, അല്ലെങ്കിൽ മണ്ണ് മാറ്റാനുള്ള പറയും. മണ്ണ് മാറ്റാൻ ഇപ്പൊ പറ്റില്ല. കാരണം ഇങ്ങനെ ഇളകിയിരിക്കുന്ന മണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദുരന്തമാണെന്ന് അവർക്കറിയാം. ഇന്നലെ വന്ന ഓഫീസർമാർ തന്നെ പറഞ്ഞു പെട്ടെന്ന് പോയേക്കാം, നമുക്കിവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ലാണ്, എപ്പോ വേണേലും അത് പൊട്ടി വരുമെന്ന്. അവർക്ക് അവരുടെ ജീവന് ഭയമുണ്ട്. നമുക്ക് തന്നെ ഭയമില്ലേ? നമ്മുടെ ജീവനല്ലേ, ഇതിനും വിലയുള്ളതല്ലേ. എത്ര തവണ ഞാൻ പിള്ളേരെയും കൊണ്ട് ഓടുന്നത്. നിങ്ങൾ എന്ത് മാറി താമസിക്കുന്നുണ്ടോ? ഇപ്പൊ മാറി താമസിക്കാൻ ഏറ്റവും കുന്നിന് മുകളിൽ ഈ ചേച്ചിയുടെ വീടാ. ഇന്നലെ ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് അവിടെയാണ് കിടന്നത്. കാരണം ഇത് പൊട്ടി ഒലിച്ചു വരുന്ന പോലെ ഉറപ്പാണ്. അവിടെ കയറി ചെല്ലാൻ പറ്റുണ്ടെങ്കിൽ മുന്നിൽ കാട്ടാനെ നിൽക്കുകയാണ്. സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു എമർജൻസി, മക്കൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി പോകാൻ മേലാത്ത അവസ്ഥയിലാണ്. റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിലെ വണ്ടി വരികയില്ല. ഇവർ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. റോഡ് പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സഞ്ചാരവും നടക്കാത്ത അവസ്ഥ. സഞ്ചാരവും നടക്കുന്നില്ല. മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. പഞ്ചായത്ത് റോഡിൽ നിന്ന് 50 മീറ്റർ പോലും അകലമില്ലേ കോറി റോഡുമായിട്ട്. എന്നിട്ട് ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുമ്പോഴും തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഇവർ കോറിയിൽ വെടി പൊട്ടിക്കാൻ വേണ്ടി റോഡിൽ തടഞ്ഞു നിർത്തുകയാണ്. പോകാൻ പറ്റുകയില്ല, അവിടെ വെടി പൊട്ടിക്കുകയാണ്. 2 മിനിറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഞങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തുകയാണ്. എത്ര സമ്മതം ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് ബസ് പോലും കിട്ടാൻ മേലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബസ് ഇവിടെ 1:45 വരുന്നത്, നിലമ്പൂർ വന്ന ബസ്. അതിന് പോകാൻ വേണ്ടി വരുമ്പോഴേക്ക് ഇവർ 1 മണി 1:30 2 മണി സമയത്ത് വെടി പൊട്ടിക്കുന്നത്. അപ്പൊ നമ്മളെ അവിടെ റോഡിൽ തടഞ്ഞു നിർത്തുകയാണ്. അപ്പറേ ഇപ്പറേ ആൾക്കാർ നിന്ന് തടഞ്ഞു നിർത്തുക, പോകാൻ പറ്റുകയില്ല. അങ്ങനെ ബസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മക്കളെ എങ്ങനെയാ ഈ വലിയ കൂനയായിട്ട് കിടക്കുന്നുണ്ട്? ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വയനാട് ഉണ്ടായതൊക്കെ വാർത്തയിൽ കണ്ടോ? നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇപ്പം പേടിയുണ്ട്. ചില സമയത്ത് ഇച്ചിരിയൊക്കെ ആയിട്ട് റോഡല്ല തോടിക്കൂടെ ഒഴുകിയാറുണ്ട് വെള്ളത്തില്. അപ്പൊ പേടിയായിട്ട് ജസ്റ്റിമേൽ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പോയി കിടക്കുന്നു. മുകളിലത്തെ വീട്ടിലാ പോയി കിടക്കുന്നത്. ഈ വെടിപൊട്ടി വരുമ്പോ പകല്ല നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വെടി പൊട്ടുന്നുണ്ട്, നിങ്ങളെ പിടിച്ചു നിർത്തും? ഞാനൊരു ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ബസ്സിന് ഇങ്ങോട്ട് കയറി പോകുന്ന ടൈമില് അവരവിടെ തന്നെ തടഞ്ഞു നിർത്തി. ഇപ്പൊ പോകാൻ പറ്റത്തില്ല, 2 വെടി പൊട്ടിക്കുന്നുണ്ട്, കൊച്ചാത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പൊ ഈ വലിയ മല പോലെ കിടക്കുന്നത് നിങ്ങൾക്കൊരു പേടിയാണല്ലേ? ഇത് എപ്പോ വേണേലും ഇടിഞ്ഞു നീങ്ങാം. വയനാട്ടിലെ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ടെൻഷൻ കൂടി കാണും അല്ലേ? ടെൻഷൻ കൂടി. അവിടത്തെക്കാട്ടി വലിയ മഴയാന്ന് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ മല ടിവിയിലൊക്കെ കണ്ടായിരിക്കും. അത് ഇടിഞ്ഞു വീഴുമ്പോ ഇത് കാണുമ്പോ പേടിയാകുക. അതിന്റെ മേളില് മണ്ണിന്റെ മേളിലായിട്ട് അവര് കോറിന്റെ വേസ്റ്റ് കുറെ കല്ല് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അതും കൂടി ഇടിഞ്ഞു കഴിയുമ്പോ വലിയ കല്ല. ഈ കല്ലും മണ്ണും എല്ലാം കൂടെ താഴേക്ക് പോരും. ഇത് അവര് കൂട്ടിയിടുന്ന ടൈമില് 2 വലിയ കല്ലുകള് താഴേക്ക് തോടിന്റെ ആ വശത്തേക്ക് ഇടിഞ്ഞു വീണായിരുന്നു. അന്നിട്ടപ്പോ തന്നെ വലുതായിരുന്നു. എങ്ങനെയാണ് ഉറക്കം വരുമോ അതിന്റെ താഴെ കിടന്നാ? പക്ഷെ പേടിയാണ്. അതായത് വീഴുവോന്നുള്ള പേടിയായിരിക്കും.
അതാണ് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ ആളുകൾ അധികൃതർ വന്നിട്ട് നിങ്ങളോട് മാറാനാണ് പറഞ്ഞിരിക്കുന്നതല്ലേ, നിങ്ങൾ മാറി താമസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അധികൃതർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളോട് എത്രയും വേഗം ഒരു നിമിഷം പോലും നിൽക്കാതെ മാറി നിൽക്കുക എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഈ സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ ബാക്കിയുള്ള നടപടികൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അവർ പറയുന്നത് എപ്പോഴും പറയുന്നത് തന്നെയാണ് ജിയോളജിയാണ് ഇതിന് എന്തെങ്കിലും ഇത് കൊടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഞങ്ങൾ റിപ്പോർട്ട് ഇപ്പം ഇന്നലെ വന്ന വില്ലേജ് ഓഫീസർ മാഡം പുതിയൊരാളായിരുന്നു, പുള്ളി ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിനുള്ള റിപ്പോർട്ട് എല്ലാം വേഗം ചെയ്ത് നടപടികൾ എല്ലാം വൃത്തിയാക്കി വേഗം ഫോളോ അപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്ത് അധികൃതരും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം എന്ന് പറഞ്ഞാണ് പോയത്. കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. താൽക്കാലികമായിട്ട് മഴക്കാലത്ത് അത് സാധാരണ മഴക്കാലത്ത് ഖനനമൊക്കെ നിർത്തി വെക്കണമല്ലോ, ആ രീതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് ഒരിക്കലും നടത്തരുന്ന അവർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ചെയ്യാന്നല്ലാണ്ട് ഒരു നടപടി അവർ സ്വീകരിക്കുന്നില്ല. ഇതിപ്പോ മഴക്കാലത്ത് നിങ്ങളെ താൽക്കാലികമായി മാറ്റുന്നതിന് പകരം മഴ കഴിഞ്ഞാൽ ഇതൊന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി വേണം അല്ലേ? തീർച്ചയായിട്ടും വേണം. കാരണം ഈ മണ്ണ് അവിടെ കിടക്കുന്നിടത്തോളം കാലം എല്ലാ മഴക്കാലത്തും അല്ലാത്ത മഴ പെയ്യുമ്പോഴൊക്കെ ഒരു ഭീഷണിയും ഭയവും തന്നെയാണ്. ആ മണ്ണ് അവിടുന്ന് മാറ്റം ചെയ്യണം അടിയന്തരമായിട്ട് തന്നെ. ആ കുഞ്ഞിന് താഴെയാണ് ഗവൺമെന്റ് LP സ്കൂള്, 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുകുട്ടികൾ പഠിക്കുന്നതാണ്. ഞങ്ങൾ അവരെ കൊണ്ട് ചൈൽഡ് വെൽഫെയർ അവർക്ക് പരാതി കൊടുത്തു. അവർ വന്ന് മൊഴിയെടുത്ത് പോയതല്ലാണ്ട് അവരുടെ വക ഒന്നും ചെയ്തിട്ടില്ല. മക്കൾക്ക് സ്കൂളിൽ ഇരിക്കാൻ പറ്റത്തില്ല. കംപ്രസറിന്റെ നിരന്തരമായിട്ടുള്ള സൗണ്ട് കൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. വെട്ടിയൊക്കെ പൊട്ടുമ്പോൾ കുലുങ്ങുകയാണ്. IS ടീച്ചർ എന്നെ വിളിച്ചു, ഇതെല്ലാം ഞങ്ങളുടെ മേലെ പൊട്ടി വരുമോ എന്ന് ചോദിച്ചോണ്ട് 2-3 ദിവസം ഞങ്ങൾ വിട്ടിട്ടില്ല സ്കൂളിൽ. അതുപോലത്തെ മഴയാണ്, എപ്പോഴാ പൊട്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. അസാദ്, ഇതാണ് അവസ്ഥ അല്ലെ? ഈ വില്ലേജ് ഓഫീസറൊക്കെ വന്നു പോയി നോക്കി, മറ്റ് ഫയർഫോഴ്സിന്റെ ആളുകളൊക്കെ വന്ന് നോക്കിയിട്ട് സുരക്ഷിതമല്ല എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു പരിഹാരം ഉണ്ടാവാതെ അവരോട് സ്ഥലത്ത് നിന്നും മാറി താമസിക്കാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ സർക്കാർ വകുപ്പുകൾ കൃത്യമായ ഒരു പഠനം നടത്തി. ഒരു വ്യവസായമാണ്, പക്ഷെ അത് തകർക്കണമെന്നല്ല. അത് വ്യവസായത്തിനോടൊപ്പം ആളുകളുടെ ജീവൻ, വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായ പഠനങ്ങൾ നടത്തി അതിന് വേണ്ട സേഫ്റ്റി കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഒരു വ്യവസായം തുടങ്ങുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 2-3 കുടുംബങ്ങൾ ഒരു ഇത്രയും ഭീതിയിൽ, അതുപോലെ തന്നെ ഇവർ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം വെച്ചാൽ കാട്ടുമൃഗങ്ങളുടെ, വന്യജീവികളുടെ, ആന, കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗങ്ങളുടെയും ശല്യം കൂടി ഉള്ളൊരു സ്ഥലമാണ്. അത് അതിലും വലിയൊരു അപകടത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇത് അധികൃതർ കൃത്യമായ രീതിയിൽ പഠനം നടത്തി എന്താണ് ഇതിന് പരിഹാരം എന്നുള്ള രീതിയിൽ കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവരുടെ ഭീതി അകറ്റി ഇവർക്ക് സ്വൈര്യമായിട്ട് മനസ്സമാധാനത്തോടു കൂടി താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് നമുക്ക് അധികൃതരോട് പറയാനുള്ളത്. എന്തായാലും വയനാട്ടിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടന്നപ്പോൾ അത് മാറ്റാനുള്ള നിർദ്ദേശം നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് മാറ്റുന്നതിനായി എന്ത് നടപടികൾ, അല്ലെങ്കിൽ മാറ്റിയോ എന്ന പരിശോധന നടത്തുകയുണ്ടായില്ല എന്ന വലിയ വിമർശനമായിരുന്നു. ഇവിടെയും ഇപ്പോൾ താൽക്കാലികമായി ഇവരോട് മാറി താമസിക്കാൻ പറയുന്നതിനപ്പുറം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്തായാലും ഈ മഴക്കാലം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാൻ പര്യാപ്തമായ ഏത് നിമിഷവും അത് മാറ്റിക്കുന്നതിനുള്ളൊരു ഉത്തരവുണ്ടായാൽ മാത്രം പോരാ, അത് മാറ്റിയെന്ന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തി ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ മാത്രമേ ഈ കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.